നമസ്കാരം, ഞാൻ ഹൈനസ് ഐഷുമ്മ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹൈനസ് ഫുഡ് ഗാലറിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു പഴയകാല മറ്റൊരു വിഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒത്തിരി ചൂടുള്ള സമയമാണ്, കഠിനമായ ചൂടാണ്. ഈ ചൂടിൽ നമുക്കൊരു നാടൻ പൊട്ടുവെള്ളരി ജ്യൂസ് തയ്യാറാക്കാം. ഈ നാടൻ പൊട്ടുവെള്ളരി ജ്യൂസ് എന്ന് നമ്മൾ ഒരുപാട് ജ്യൂസുകൾ പൊട്ടുവെള്ളരി ജ്യൂസ് നമ്മൾ കുടിച്ചിട്ടുണ്ടാവും, നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരോട് എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ഹൈനസ് ഫുഡ് ഗാലറി എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം പലരും ഈ വീഡിയോ കണ്ടുപോകും, ലൈക്ക് ചെയ്യും എന്നല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ അതിൻ്റെ വലതുവശത്ത് സബ്സ്ക്രൈബ്ഡ് എന്നുള്ളത് ഒരു ചുവപ്പ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവും. അതൊന്ന് നിങ്ങൾ ചെറുതായിട്ടൊന്ന് അമർത്തിയാൽ മതി. അപ്പോൾ അത് സബ്സ്ക്രൈബ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഈ പൊട്ടുവെള്ളരി ജ്യൂസ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള നാടൻ പൊട്ടുവെള്ളരി ജ്യൂസിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് നാടൻ പൊട്ടുവെള്ളരി ഒരു ഇടത്തരം, അതായത് ഒരു കിലോ ഉള്ള നാടൻ പൊട്ടുവെള്ളരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ളത് ശർക്കര പാനിയാണ്. ഞാൻ 1/2 കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്. ശർക്കര തീർച്ചയായിട്ടും എല്ലാവരും അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. ശർക്കരയിൽ മണ്ണുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് നെല്ലുകുത്തരി വറുത്ത് പൊടിച്ചതാണിത്. വറുത്ത് പൊടിച്ച് അരിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ചോറൊക്കെ വെക്കണ നെല്ലുകുത്തരിയാണ്, അതിൽ പച്ചരിയല്ല, ചോറ് വെക്കുന്ന അരിയാണ്. ഇത് 2 കപ്പ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ജ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കുകയാണ് ചെയ്യാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇപ്പോൾ പഴയ കാലത്തെന്ന് പറഞ്ഞാൽ മിക്സിയൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 25-50 വർഷത്തെ കാര്യമൊന്നുമല്ല ഞാൻ പറയണത്. 100, 200, 300 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയണത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഒരു ബൗൾ എടുക്കുകയാണ്. ആ ബൗളിലേക്ക് ഇത് കൈകൊണ്ടാണ് പൊടിച്ചിടുക. ഇത് നമ്മൾ പൊട്ടുവെള്ളരി പൊടിച്ചിടുന്ന കൈകൊണ്ടാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു മാഷർ ഉപയോഗിച്ചിട്ടാണ് ഇത് പൊടിക്കാൻ പോകണം. നമ്മൾ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്താലും മതി. ഇപ്പം നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കുറച്ച് തേങ്ങാപ്പാൽ അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും ഒപ്പം തന്നെ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ശർക്കര പാനി ചേർക്കണം. ശർക്കരപ്പാനിയും ഒഴിക്കുകയാണ്. മധുരം പാകത്തിന്, ഓരോരുത്തർക്കും മധുരത്തിൻ്റെ അളവൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി മധുരം കൂടി നിൽക്കണം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എരിവാണെങ്കിൽ എനിക്ക് എരിവ് ഇച്ചിരി കൂടുതൽ വേണം. ഉപ്പ്, എരിവ്, പുളി എല്ലാം ഇച്ചിരി കൂടുതൽ വേണ്ട ആളാണ് ഞാൻ. അതുപോലെ തന്നെ മധുരം അങ്ങനെ തന്നെയാണ്.
അല്പം കൂടി ശർക്കരപ്പാനി ഞാൻ ഒഴിക്കുകയാണ്. നെല്ലുകുത്തരി വറുത്ത് പൊടിച്ചരിച്ചെടുത്തതാണ്. ഇത് ഞാൻ ഇത് കട്ട കെട്ടാതെ ഇടണം. അരി വറുത്ത് പൊടിച്ച് നല്ലപോലെ അരിച്ച് തന്നെ എടുക്കണം. കാരണം അല്ലെങ്കിൽ നമ്മളിത് കുടിക്കുമ്പോൾ നമ്മൾ തൊണ്ടയിൽ തടയാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല അരി വറുത്ത് പൊടിച്ച മണമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് വരുന്നുണ്ടാവും എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എൻ്റെ ക്യാമറയും ലൈറ്റൊക്കെ ചെയ്യുന്ന ടീമുണ്ട്, അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരും ഈ ലൈറ്റിൻ്റെ ചൂടും പുറത്തുള്ള ചൂടും ലൈറ്റിൻ്റെ ചൂടൊക്കെ ആയിട്ട് അവരും ആകെ വിയർത്തും ദാഹിച്ചും തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്കിത് കുടിക്കാൻ സമയമായിട്ടുണ്ടെന്നാണ് അവർ പറയണത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് രുചിച്ച് നോക്കാം, എങ്ങനെയുണ്ട് മധുരവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനൊന്ന് മാഷിൻ്റെ അടുത്ത് ഞാൻ മാറ്റുകയാണ്. ഇതൊരു കപ്പിലോട്ട് നമുക്ക് ഒഴിക്കാം. അതിന് ശേഷം ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഒരു കപ്പിലോട്ട് നമുക്ക് ഒഴിക്കാം. പാകത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്. നല്ല അരി വറുത്ത് പൊടിച്ചതിൻ്റെ രുചി മണവും നല്ല പോലെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഒരു കപ്പിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രുചികരവും വ്യത്യസ്തവുമായിട്ടുള്ള നാടൻ പൊട്ടുവെള്ളരി ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ എനിക്ക് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം എനിക്ക് മെസ്സേജിലൂടെ അറിയിക്കണം. തീർച്ചയായിട്ടും എല്ലാ മെസ്സേജുകൾക്കും നിങ്ങൾ യൂട്യൂബ് ആയിക്കോട്ടെ എഫ് ബിയിലൂടെ വരുന്ന എല്ലാ മെസ്സേജുകൾക്കും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണ ജ്യൂസ് അടിക്കണ പോലെ പെട്ടെന്ന് കഴിയൊന്നുമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ്, വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളത്. അരി വറുത്ത് പൊടിക്കണം, ശർക്കര പാനിയാക്കണം, തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള പക്ഷേ പഴയകാല വിഭവത്തിനൊരു പ്രത്യേകതയും അതിൻ്റേതായ ഗുണവും എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് രുചിച്ചറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക് വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എന്നെ അഭിപ്രായങ്ങൾ അറിയിച്ച് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹൈനസ് ഫുഡ് ഗാലറി എന്ന എൻ്റെ ചാനൽ തീർച്ചയായിട്ടും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താം. അപ്പോൾ എൻ്റെ വാപ്സിയുടെ ഉമ്മ അറക്കൽ ഐഷുമ്മയുടെ, എൻ്റെ പ്രിയപ്പെട്ട വല്യമ്മയുടെ മറ്റൊരു പഴയകാല വിഭവമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ വരും. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.